ഹലോ മൈ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ എങ്ങനെ ടേസ്റ്റിയായ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടി ഞാനൊരു ബൗളിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2-3 കറുവപ്പട്ട, കറുവപ്പൂവ്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്, ഉലുവ, നല്ല ജീരകം, വേപ്പിൻ്റെ ഇല, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതാ ഒരു ഓട്ടുചട്ടി വെച്ച് ഉലുവ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉലുവ നന്നായി നമുക്ക് വറുത്തെടുക്കാം. ഉലുവ നമുക്ക് നല്ല ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ നല്ല ജീരകം ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ ഞാൻ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാമ്പാർ പൊടിയുടെ ആവശ്യമനുസരിച്ച് നമുക്ക് പൊടികൾ കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. കൂടുതൽ പൊടി വേണ്ടവർക്ക് കൂടുതൽ സാധനം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുവോളം നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ഉലുവ, നല്ല ജീരകം, വേപ്പിൻ്റെ ഇല, ഗ്രാമ്പു എന്നിവയുടെ പൊടിച്ച് വെച്ചതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി സാമ്പാർ പൊടിയാണ്. വീട്ടിലപ്പോൾ ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ഒരു എയർ കടക്കാത്ത കുപ്പിയിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.